നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. മലപ്പുറം സ്വദേശി ഫസീല കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ലോഡ്ജ് മുറിയിൽ കൊല ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തൃശൂർ തിരുവല്ലാമല സ്വദേശി മുഹമ്മദ് സനൂപിന് എതിരെ അന്വേഷണം നടക്കുന്നതായ റിപ്പോർട്ടുകൾ വാർത്താമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തുടരെയുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാർത്തകൾ കുറച്ചധികമാണ് എന്ന് പറയാം. ഇന്നലെ തന്നെ കളമശ്ശേരിയിൽ ജെയ്സി എബ്രഹാം എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരം നടത്തുന്ന സ്ത്രീയുമായി അവരുടെ കൊലയുമായി ബന്ധപ്പെട്ട് അവരുടെ വസതിയിൽ മരിച്ചു കിടന്നതുമായി ബന്ധപ്പെട്ട് ഇൻഫോസിസ് ഉദ്യോഗസ്ഥനായ ഗിരീഷ് കുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ ഇന്നലെ അടൂരിൽ സമാനമായൊരു കേസുണ്ടാകുന്നു. അത് 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി. പനിയായിരുന്നു, മരുന്ന് കഴിച്ചു, മരിച്ചു എന്ന റിപ്പോർട്ട് വന്നു. ആദ്യം പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത് ഗർഭമലസിപ്പിക്കുന്നതിന് വേണ്ടി മരുന്നുകൾ തുടരെ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ആ പെൺകുട്ടി മരിച്ചതെന്നായിരുന്നു. മരിക്കുമ്പോൾ 7 മാസം ഗർഭിണിയായിരുന്നു. ആ പെൺകുട്ടിയുടെ കാമുകൻ അയാൾ അറസ്റ്റിലാണെന്ന് വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അയാളുടെ DNA ടെസ്റ്റ് ഈ കുട്ടിയുടെ വയറ്റിലെ ഗർഭസ്ഥ ശിശുവിൻ്റെ DNA മാച്ചായാൽ ആ ചെറുപ്പക്കാരൻ അറസ്റ്റിലാകും. പോക്സോ കേസിനോടൊപ്പം തന്നെ കൊലപാതക കേസിനും അറസ്റ്റിലാവും. നമ്മൾ ഈ സംഗതികളൊക്കെ കൂട്ടിയോജിക്കുമ്പോൾ കേരളത്തിൽ ഈ സമകാലിക കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വല്ലാതെ നമ്മളെ അത്ഭുതം കുറിക്കുന്നതാണ്. ഇതിനൊക്കെ ഈ പുറത്തും എന്തെങ്കിലും പാർക്കിലുമൊക്കെ ഇരുന്ന് ചെറുപ്പക്കാരെന്തെങ്കിലും സമൂഹത്തിന് നിരക്കാത്ത രീതിയിൽ പെരുമാറുകയോ ചുംബനം കൈമാറുകയോ അല്ലെങ്കിൽ കുടക്കീഴിലിരുന്ന് ചിലപ്പോൾ ഓറൽ സെക്സ് വരെ ഏർപ്പെടുന്ന സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ നീണ്ടകാലം പ്രവാസിയായിരുന്നു, എനിക്ക് ഇതൊന്നും പരിചയമില്ലായിരുന്നു. പക്ഷെ നാട്ടിൽ പെട്ടെന്ന് നിൽക്കേണ്ട സമയം വന്നപ്പോൾ നാട്ടിലിതൊക്കെ പണ്ടൊക്കെ ഞങ്ങളുടെ കോളേജ് കാലഘട്ടത്തൊക്കെ ഇങ്ങനെ തെരുവിലൊക്കെ ഇരുന്ന് പരസ്പരം ചുംബനങ്ങളും അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസിലിരുന്ന് ചുംബനങ്ങളും സ്പർശനങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സമീപത്തുള്ള പ്രായ മുത്തച്ഛന്മാർ അല്ലെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും പ്രായമുള്ള ആളുകളൊക്കെ പറയുമായിരുന്നു, പിള്ളേരെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, ഇതൊന്നും ശരിയല്ല. കാരണം അവരുടെ വീട്ടിൽ മക്കളുണ്ട്, അവരെ ഉപദേശിക്കുന്നത് പോലെ ആളുകൾ ഉപദേശിച്ച് മാറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ വഴിയിലിരുന്ന് എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണുന്ന ആളുകളെ വിമർശിക്കുകയോ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അവർ വീഡിയോ എടുത്ത് സദാചാര ഗുണ്ടകൾ എന്ന പേരിൽ പോസ്റ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഇടുന്നത് കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അവരെ അവഹേളിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തും കണ്ടാലും കേട്ടാലും പ്രായമായ ആളുകളെന്നൊന്നും പറയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കോപ്രായങ്ങളൊക്കെ സമൂഹത്തിൽ കൂടുന്നുണ്ട് എന്ന് പറയാം. ഒരുപക്ഷെ ഇത്തരം വാർത്തകൾ ഇങ്ങനെ ഈ സദാചാര ഗുണ്ടകൾ എന്ന് പറയുന്ന ആളുകളെ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യാൽ എന്നെയും പിന്തിരിപ്പൻ എന്ന പേരിൽ ആളുകൾ വിശേഷിപ്പിച്ചേക്കാം. എങ്കിലും പറയാതെ വയ്യ, സമൂഹത്തിൽ ഇത്തരം സദാചാര ഗുണ്ടകൾ എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഈ മുത്തച്ഛന്മാരും അല്ലെങ്കിൽ പ്രായമായ അച്ഛന്മാരും അമ്മമാരുമൊക്കെ ഉള്ളത് നല്ലതാണ്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇൻ്റർനെറ്റ് കഫേയിൽ പോയാലും അടച്ചിട്ട കഫയ്ക്കുള്ളിൽ നടക്കുന്ന ഇത്തരം പ്രണയ കോലാഹലങ്ങൾ അത് കണ്ടു വളരുന്ന ഒരു തലമുറയുണ്ട്. അത് ആ സമൂഹത്തെ ബാധിക്കും എന്ന ഒരു ധാരണ നമുക്കുണ്ടാകണം. കാരണം മിക്കപ്പോഴും വളരെ ക്യൂരിയോസിറ്റിയോട് വളരെ ആകാംക്ഷയോട് ഇത് കൊച്ചുകുട്ടികളൊക്കെ വന്ന് നോക്കി നിൽക്കാറുണ്ടെന്നാണ് യാഥാർത്ഥ്യം. കാരണം അവർ വളർന്നു വരുന്നൊരു പ്രായം 10, 12, 13, 14 വയസ്സുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ഈ പരസ്പര ഉഭയാടിസ്ഥാനത്തിലുള്ള ലൈംഗികത തെരുവുകളിലൊക്കെ വെച്ച് കൈമാറുമ്പോൾ അവർ നോക്കി നിൽക്കും. അത് വളരെ മോശമായ ഒരു എഫക്റ്റ് ഉണ്ടാകും. അവരെ അത് ബാധിക്കും, അവരുടെ സ്വഭാവ വൈകല്യത്തിനൊക്കെ കാരണമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം പൊതു ഇടങ്ങളിലെ പ്രണയ സല്ലാപങ്ങൾ അല്ലെങ്കിൽ പ്രണയ ചുംബന കൈമാറ്റങ്ങളൊക്കെ ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് ഇടപെട്ട് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഇരഞ്ഞിപ്പാലത്തെ പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്, ഫസീലയുടെ. കാരണം കേരളത്തിലെ ഇങ്ങനെ ഉണ്ടാകുന്ന ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കൊലപാതകമല്ലിത്. മിക്കപ്പോഴും വിവാഹം കഴിഞ്ഞ അല്ലെങ്കിൽ ഡൈവോഴ്സായ ആളുകളുമായിട്ട് ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ മുഹമ്മദ് സനൂപിനെ പോലുള്ള ആളുകൾ പരിചയപ്പെടുന്നു, എവിടെയെങ്കിലും വെച്ച് നമ്പർ വാങ്ങിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു, പരിചയപ്പെടുന്നു. മിക്കപ്പോഴും ഇത്തരം ആണുങ്ങളുടെ മനസ്സിലുണ്ടാകുക വെറും പച്ചയായ കാമമാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പതുക്കെ സ്ത്രീകൾ പങ്കിളി ആയതുകൊണ്ടോ അല്ലെങ്കിൽ സീരിയലിലേക്ക് അഡിക്റ്റ് ആയതുകൊണ്ടോ സ്ത്രീകളൊക്കെ മിക്കപ്പോഴും ഇതൊരു കാമമാണെന്ന് മനസ്സിലാകാതെ ഇവരുമായിട്ട് പ്രണയത്തിൽ ഏർപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. സ്ത്രീകൾക്ക് ഇവരോടുണ്ടാകുന്നത് പ്രണയവും എന്നാൽ പുരുഷന്മാർക്ക് ഇവരോടുണ്ടാകുന്നത് പച്ചയായ കാമവുമാണ്. ഇവർ അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു,
പിന്നീട് എപ്പോഴെങ്കിലും ഈ സ്ത്രീ പറയുന്നു, എനിക്കിനി വേറൊരാളെ കല്യാണം കഴിക്കാൻ വയ്യ, നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ വേറെ കല്യാണമൊക്കെ ഒരുപക്ഷെ ഈ പയ്യന് അല്ലെങ്കിൽ ചെറുക്കനൊക്കെ വരുന്നുണ്ടാകാം. ഇവരെ ഒഴിവാക്കണമെന്ന് തീരുമാനിക്കുന്നു. ഏതെങ്കിലും ലോഡ്ജ് മുറിയിൽ റൂം എടുക്കുന്നു. വളരെ നിഷ്ഠൂരമായി തന്നെ ഇവരെ കൊല ചെയ്യുന്നു. ഇത് ആദ്യത്തേതോ രണ്ടാമത്തേതോ മൂന്നാമത്തേതോ ആയ സംഭവമല്ല. ഇത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ടും നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദാരുണമായ സംഭവം. മിക്കപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും അപരിചിതർക്ക് മൊബൈൽ നമ്പർ കൈമാറുന്നു, വീണ്ടും ചാറ്റ് ചെയ്യുന്നു, വീണ്ടും പ്രണയബദ്ധരാകുന്നു. പുരുഷൻ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. വീണ്ടും ലോഡ്ജ് മുറികളിൽ ഇത്തരം യുവതികൾ കൊല ചെയ്യപ്പെടുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായി മാറുകയാണ്. നമ്മുടെ സമൂഹത്തിന് അടിയന്തരമായി മാറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പച്ചയായി ലൈംഗികത വിതറുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്, സാമൂഹിക മാധ്യമങ്ങളുണ്ട്. സെക്സ് ഓപ്പണായി ആസ്വദിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന ഒരു ധാരണ നമ്മുടെ ബുദ്ധിജീവികളും സമൂഹവുമൊക്കെ സ്ത്രീക്കും പുരുഷനും പകർന്നു കൊടുക്കുന്നുണ്ട്. അത് ഈ സമൂഹത്തിന് വിളിച്ചു വരുത്തുന്ന അപകടം വളരെ വലുതാണ്. അതാണ് ഞാൻ മിക്കപ്പോഴും പറയാറുള്ളത്, മതങ്ങൾക്ക് എത്ര ന്യൂനതകളുണ്ടെങ്കിലും മതങ്ങൾ ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഒരു പരിധിവരെ നമ്മുടെ സദാചാര ബോധത്തെ പിടിച്ചു നിർത്തുന്ന ഇത്തരം മതങ്ങളാണ്. അത് ഹിന്ദു മതമായാലും ക്രൈസ്തവ മതമായാലും മുസ്ലിം മതമായാലും ഇത്തരം അല്ലെങ്കിൽ ഇത്തരം സദാചാര വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് മനുഷ്യരെ തടഞ്ഞു നിർത്തുന്നത് മതങ്ങളാണ്. കാരണം എപ്പോഴെങ്കിലും ദൈവത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ചോദ്യമുണ്ടാകുമെന്നൊരു വിശ്വാസമുള്ളതുകൊണ്ട് മിക്കപ്പോഴും ആളുകൾ ഇത്തരം തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ വ്യക്തമായ മാറ്റങ്ങൾ വേണം. അല്പം സദാചാര പോലീസൊക്കെ സമൂഹത്തിലാകാമെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അത് എല്ലായിടത്തും ഓവറായി പാടില്ല. ചിലപ്പോൾ സഹോദരൻ സഹോദരിയുമായിട്ട് പോകുന്ന ആളുകളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് പിടിച്ചു നിർത്തി അടിക്കാറുണ്ട്. അതല്ല, സമൂഹത്തിൽ അല്ലെങ്കിൽ അനധികൃതമായി അല്ലെങ്കിൽ അധികമായി ഇടപെടുന്ന ചില സൗഹൃദങ്ങളെ തടഞ്ഞു നിർത്തുവാൻ സമൂഹത്തിനും ബാധ്യതയുണ്ട് എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ഒരുപക്ഷെ എന്നെയും നിങ്ങൾ സദാചാര ഗുണ്ടയെന്ന് വിളിച്ചേക്കാമെങ്കിലും ഇതുപോലെയുള്ള ഫസീലമാർ കൊല ചെയ്യപ്പെടാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അല്പം ഓവറായി ഇടപഴകുന്ന, റോഡിലും വഴിവക്കിലും പാർക്കിലുമൊക്കെ ഓവറായി ഇടപെടുന്ന ആളുകളെ ഒന്ന് ശാസിച്ച് നിർത്തേണ്ടത് നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും. തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജയ് ഹിന്ദ്.